അപ്പോൾ ഫാമിലി വീക്കിൽ അടുത്തതായിട്ട് വരുന്നത് ജിസേലിൻ്റെ അമ്മയാണ്. അപ്പോൾ ജിസേലിൻ്റെ അമ്മ വരുമ്പോൾ ജിസേൽ ഓടി വരുന്നു, അവിടെ നിൽക്കുന്നു, ഡോറ് തുറക്കുന്നു, പാട്ടൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. ജിസേൽ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അതെന്ത് പറ്റി? ജിസേലിന് എന്താ ടാസ്ക് ഇല്ലേ? ജിസേൽ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലേ? മറ്റുള്ള എല്ലാ മത്സരാർത്ഥികളും ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണല്ലോ പാരൻസിനെ കണ്ടത്, ഫാമിലി മെമ്പേഴ്സിനെ കണ്ടത്. ഷാനവാസ് ആണെങ്കിലും അക്ബർ ആണെങ്കിലും അനീഷ് ആണെങ്കിലും സാബുമാൻ, ആദില, നൂറ എല്ലാവരും അങ്ങനെ തന്നെയാണ് കണ്ടത്. ഇതിപ്പോൾ എന്താണെന്നറിയില്ല. അത് ഓടി വരുന്നു, അമ്മയെ കെട്ടിപ്പിടിക്കുന്നു, സ്നേഹത്തോടെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ അമ്മ പറയുന്നു, നീ നന്നായി ഗെയിം കളിക്കുന്നില്ല എന്ന് പറയുന്നു. പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അമ്മ അത് പറയുന്നത്. അമ്മ അത് പറയുന്ന ആ നിമിഷം ജിസേലിൻ്റെ മുഖം ആകെ മാറി മറിയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞത്? ആര്യനുമായിട്ടുള്ള റിലേഷൻ അതന്നെ ആയിരിക്കുമോ? ഫ്രണ്ട്ഷിപ്പാണ്, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഫ്രണ്ട്ഷിപ്പാണ്, പുറത്ത് നിന്നിട്ട് നെഗറ്റീവ് ഇല്ല, ഒന്നുമില്ല. പക്ഷെ എന്താണെന്നറിയില്ല, ജിസേലിൻ്റെ അമ്മ അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ ജിസേൽ ആകെ ഷോക്കായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആര്യനുമായുള്ള ഫ്രണ്ട്ഷിപ്പ് ജിസേൽ ഗെയിമിനെ ബാധിക്കുമെന്ന് പറയുമോ എന്ന് തന്നെയായിരുന്നു സംശയം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തായാലും അതിനി പറയുന്നു ഉറപ്പാണ്. പുറത്ത് നല്ല രീതിയിൽ തന്നെയാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് പോകുന്നത്. ഇനി അത് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും നെഗറ്റീവ് ആകുമോ എന്ന് ഒരു സംശയം നമുക്ക് ഇല്ലാതില്ല. പക്ഷേ സത്യത്തിൽ ഇത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഗബ്രിയേയും ജാസ്മിനായിരുന്നു. അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ആ ജാസ്മിൻ്റെ വീട്ടിൽ നിന്ന് ഇതേപോലെയുള്ള ഫാമിലി മെമ്പേഴ്സ് ഹൗസിൽ വന്ന് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് ജാസ്മിൻ്റെ ഉപ്പ പറയുന്നുണ്ട്, മോൾക്ക് ഇതുപോലൊരു ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുതന്നെയാണ് ഇന്നലെ ഈ പ്രൊമോ കണ്ടപ്പോൾ സത്യത്തിൽ ആ ഒരു സീസൺ തന്നെയാണ് ഓർമ്മ വന്നത്. അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു എപ്പിസോഡ് കൂടിയായിരുന്നു അത്. അതുകൊണ്ട് അത് തന്നെയാണ് ഓർമ്മ വന്നത്. അപ്പോൾ ഹൗസിനകത്ത് തന്നെ ഇവൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ട്. ഒനിയൽ, ഷാനവാസ്, ലക്ഷ്മി ഇന്നലെ എല്ലാവരും ചേർന്ന് കുറച്ച് പറയുന്നുണ്ട്. പിന്നെ അനീഷ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ഒരു മോശമായിട്ടും പറയുന്നില്ല, നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷേ എല്ലാവരും കാണുന്ന പോലെ ആയിരിക്കണം എന്നില്ലല്ലോ. പ്രേക്ഷകർക്കിടയിലും പലതരത്തിലുള്ള കോൺട്രവേഴ്സി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ചില സമയം നമുക്ക് തോന്നും ഫ്രണ്ട്ഷിപ്പാണെന്ന്, എന്നാൽ ചില സമയം നമുക്ക് ഇവൻ്റെ റിലേഷൻ വേറെ എവിടേക്കോ എത്തുമോ എന്നൊരു സംശയമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഫാമിലി വീക്ക് കഴിയുമ്പോൾ എല്ലാവരുടെയും ഗെയിമിലും നല്ല രീതിയിൽ മാറ്റങ്ങൾ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ജിസേൽ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എല്ലാവരോടും നന്നായി തന്നെ, മമ്മി എല്ലാവരോടും നന്നായി തന്നെ ബിഹേവിയർ ചെയ്തു, എന്തുകൊണ്ടാണ് ആര്യനെ മാത്രം മൈൻഡ് ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ ജിസേലിൻ്റെ അമ്മ കുറച്ച് ദേഷ്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ജിസേലിൻ്റെ അമ്മ കയറി വരുന്ന ആ സമയത്ത്, ജിസേലും അനിമോളെ ഹഗ് ചെയ്യുന്ന ആ സമയത്ത് ഏകദേശം അടുത്ത് തന്നെയായിട്ട് ആര്യൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആര്യനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അതൊട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല, മകളുടെ ഇത്ര ഉറ്റ സുഹൃത്തായ ആര്യനെ കണ്ടില്ല എന്ന് പറയുമ്പോൾ അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. നെവിനെ ഹഗ് ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ എല്ലാവരും നല്ല രീതിയിൽ സ്നേഹത്തിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എന്തോ ആര്യനെ മാത്രം മൈൻഡ് ചെയ്യുന്നില്ല എന്ന്. ഇനിയിപ്പോൾ ആര്യൻ്റെ ഗെയിമും ഒറ്റയ്ക്ക് കളിക്കുമ്പോഴാണ് ഗെയിമാകുന്നത് എന്നൊരു തോന്നൽ ഇവർക്കിടയിൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരുടെ ഫ്രണ്ട്ഷിപ്പിന് ലേശം ഗ്യാപ്പ് വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ജിസേലിൻ്റെ അമ്മ ഇതിനെക്കുറിച്ച് പറയും. ഇനിയിപ്പോൾ ആര്യൻ്റെ ഫാമിലി വരികയാണെങ്കിലും അവർ അതിനെക്കുറിച്ച് പറയും. ഇന്നലെ വന്നിരുന്ന നമ്മുടെ മുൻ മത്സരാർത്ഥി ദിയ സന ഒരു ഹിൻ്റ് എന്ന നിലയിൽ ആര്യനോട് പറയുന്നുണ്ട് ഇൻഡിവിജ്വലായി ഗെയിം കളിക്കാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആര്യനത് ഒട്ടും തന്നെ അത് ഒരു വില കൊടുക്കുന്നില്ല. ഒരു മുൻ മത്സരാർത്ഥി ഒന്നും കാണാതെ അവരങ്ങനെ ഒരു സൂചനയായിട്ട് ഇത് പറയില്ല എന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു സാമാന്യ ബോധം കൂടെ ഇല്ലാതെയാണ് ആര്യൻ ഇന്നലെ പെരുമാറിയത്. അപ്പോൾ നല്ല രീതിക്ക് ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായി നിന്ന് ഗെയിം കളിച്ചാൽ ആര്യനാണെങ്കിലും ജിസേലിനാണെങ്കിലും നല്ലത്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ബാക്കി ഹൗസിനുള്ളിൽ നടക്കുന്നത് എന്ന് നമുക്ക് വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ.